കാരണം മൻ തറക സ്വലാത്ത സുബ്ഹി ഫഹുവ ഖാരിജുൻ മിൻ ദിമ്മത്തില്ലാഹ്. ഒരാൾ സുബ്ഹി നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ എന്റെ മകള് സുബ്ഹി നിസ്കരിച്ചിട്ടില്ല, അവൾക്ക് ആക്സിഡന്റ് ആയാൽ, അവൾ അല്ലാതെ ആയാൽ എന്തായാലും അല്ലാഹുവിന് ഉത്തരവാദിത്വമില്ല, അല്ലാഹുക്ക് പരിഗണനയില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. അതേ സമയത്ത് ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ അയാളുടെ ജീവിതത്തിൽ അല്ലാഹുവിന് പ്രത്യേക പരിഗണനയുണ്ട്. ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ താല്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യമായി മാറുമ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ ഇവിടുത്തെ ഓർണമെന്റൽ ആയ ഒരു കാര്യത്തിനും എറ്റേണൽ വാല്യൂ ഇല്ല. പ്രത്യക്ഷമായ ജാടകൾക്ക് അനന്തമായ നിലനിൽപ്പില്ല. ആത്മീയതയുടെ അന്തരംഗത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഏകാന്തമായി ലയിച്ചു ചേരുമ്പോഴേ നമുക്ക് വിജയമുള്ളൂ. നിങ്ങൾ പോയി നോക്കൂ, ഡൽഹിയിലേക്ക് കുത്തബ് മിനാറിന്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി ആരാണ്? ആത്മീയ ലോകത്തെ ചക്രവർത്തിയായി ജീവിച്ച മഹാത്മാവാണ്. അതിന്റെ ഇപ്പുറത്തേക്ക് നോക്കൂ, നിസാമുദ്ദീനിൽ അവിടെ വിശ്രമിക്കുന്നതാരാണ്? നിസാമുദ്ദീൻ ഔലിയായാണ്. അജ്മീറിലേക്ക് പോയി നോക്കൂ, ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളാണ്. ബീഹാറിലേക്ക് പോയി നോക്കൂ, അല്ലാമത്തുൽ ഫിർദൗസിയാണ്. ബദായൂനിലേക്ക് പോയി നോക്കൂ, പേർഷ്യയിൽ നിന്ന് വന്ന ഇസ്ലാമിക പ്രചാരകന്മാരാണ്. ബറേലിയിലേക്ക് പോകൂ, ബഹുമാനപ്പെട്ട ഫാസിലോ ബറേൽവി അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങളും അവിടുത്തെ പിതാവായ നഖി അലി ഖാൻ തങ്ങളുമാണ്. ഇനി ഇങ്ങോട്ട് വന്നു തമിഴ്നാട്ടിൽ വിശ്രമിക്കുന്ന ബാനിയെ ലത്തീഫിയ ബഹുമാനപ്പെട്ടവരും ബാനിയെ ബാക്കിയാത്തുമാണ്. ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനത്തോ മറ്റു സ്ഥലങ്ങളിലോ വിശ്രമിക്കുന്ന മഹാത്മാക്കളാരാണ്? അവരിന്നലകളിൽ നമ്മളെപ്പോലെ ജീവിച്ചതിന്റെ ഇടയിൽ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്തപ്പോൾ അവരുടെ വിലാസം അനന്തമായി പോയി. നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ മോഡേൺ എഡ്യൂക്കേഷൻ നേടിയിട്ട് കുറച്ച് നല്ല ഉദ്യോഗസ്ഥനായാലേ പേരും പെരുമയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന്. എന്നാൽ ചോദിക്കട്ടെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? 1100 കൊല്ലം മുമ്പ് ജീവിച്ച മഹാനാണ്. ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഷാഫിഈ ഇമാം തങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണ്? അന്നത്തെ ഖലീഫ ആരാണ്? അന്നത്തെ ധനമന്ത്രി ആരാണ്? അന്നത്തെ പൊതുമരാമത്താരാണ്? നമുക്കറിയേണ്ടതില്ല, നമുക്കറിയുകയുമില്ല. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം അമരമായി പോയി. 1000-ലേറെ കൊല്ലം മുമ്പ് ജീവിച്ച മഹാന്മാരാണ് 4 മദ്ഹബിന്റെയും ഇമാമമാർ. ഹനഫി മദ്ഹബിന്റെ നേതാവായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് കാണാം. സാധുവായ ഞാൻ 4 ഇമാമിയങ്ങളെ കുറിച്ചും പ്രസംഗിച്ച 16ഓളം വാല്യം പ്രസംഗത്തിന്റെ CD ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നഗരിയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ 4 മണിക്കൂറുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ 6 മണിക്കൂറുണ്ട്. ഇമാം മാലിക് ബിൻ അനസ് തങ്ങൾ 2 മണിക്കൂറുണ്ട്. ബാക്കി ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി ഉണ്ട്. അതുപോലെ എല്ലാ ഇമാമിയങ്ങളുടെയും വിലാസം കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരാണ്. അവരുടെ വിലാസം ഇവിടെ നിലനിൽക്കുന്നില്ലയോ? കാരണം അവരുടെ അഡ്രസ്സുകൾ ആത്മീയ മേഖലയിൽ അസ്ഥിവാരമുള്ള വിലാസമായിരുന്നു. കേവലം ഭൗതികമായ ജീവിതം, ഇവിടുത്തെ അധികാരം, ഇവിടുത്തെ അഡ്രസ്സ് എന്നത് മാത്രമായിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ വിലാസങ്ങൾ നിലനിന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹുവിൽ വിചാരമുള്ളവരായി മാറണം. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പോഴേ നമ്മുടെ ഈമാനാവൂ. ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ 3
3 ദിവസം കഴിയുമ്പോഴാണ് അതാ ഒരു മനുഷ്യൻ വരുന്നു. എവിടേക്കാണ്? മദീനയിലേക്ക് വരുന്നു. മദീനയിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, നബിതങ്ങൾ വഫാത്തായ ദുഃഖത്തിൽ നമ്മളിരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി ആരാണെന്ന് വിളിച്ചു ചോദിക്കുന്ന ആളാരാണ്? അപ്പോഴാണ് പള്ളിയുടെ മുറ്റത്തിൽ നിന്നൊരു മനുഷ്യൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? അപ്പോഴാണ് ഒരു സ്വഹാബി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? 3 ദിവസമായല്ലോ ഞങ്ങളുടെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ വഫാത്തായി പോയല്ലോ. ഉടനെ അദ്ദേഹം 2 കൈയുമങ്ങ് തലയിലേക്ക് വെച്ചിട്ട് പറയുകയാണ്, യാ ലൈതനീ ലം തലിദ്നി ഉമ്മീ, യാ ലൈതനീ ലം അഖറഇ التوراة, യാ ലൈതനീ ലം അജിദ് നഅത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ, വേദം ഞാൻ വായിച്ചില്ലായിരുന്നെങ്കിൽ, വേദത്തിൽ മുഹമ്മദ് നബിയെ ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര വലിയ ഭാഗ്യമായിരുന്നു. हम नात की सूरत में कुरान सुनाते हैं. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ വേദത്തിൽ വായിച്ചിട്ട് ആ വേദത്തിൽ കണ്ട നബിയെ തേടി ഇറങ്ങിയ ആളാണ് അദ്ദേഹം. പറഞ്ഞു, ഞാൻ തൗറാത്ത് വായിക്കുകയായിരുന്നു, തോറ വായിക്കുകയായിരുന്നു, പഴയ നിയമം വായിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഞാൻ മുഹമ്മദ് നബിയുടെ വിശേഷണങ്ങളെ മനസ്സിലാക്കി ആ നബിയെ കാണാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോ നിങ്ങൾ പറയുന്നു പ്രവാചകൻ മരണപ്പെട്ടു പോയെന്ന്. എന്റെ ദൗർഭാഗ്യമേ. അപ്പോഴാണ് അതാ ഇറങ്ങി വരുന്നു അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു ആണ്. ആളുകൾ വിളിക്കുന്നത് കേട്ടപ്പോൾ പറഞ്ഞു, ഓ അലിയേ, നിങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം ആ മനുഷ്യൻ പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയോഗം തേടിയെങ്കിൽ ആ നബിയുടെ കുപ്പായമെങ്കിലും ഒന്ന് കാണാൻ തരുമോ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി തങ്ങളോട് പറഞ്ഞു, വീട്ടിൽ ഫാത്തിമയുണ്ട്, അവിടെ ചെന്നെന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കുപ്പായം അവിടെയുണ്ട്, അതൊന്ന് എടുത്തു തരാൻ പറയണേ. അതാ വിളിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സൽമാൻ തങ്ങൾ വിളിക്കുകയാണ്. പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ച പ്രമുഖ സ്വഹാബിയാണ്. വിളിച്ചു, ഓ ഫാത്തിമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം ഒന്ന് തരണേ. ഫാത്തിമ ബീവി കരയുകയാണ്. വാപ്പ വഫാത്തായിട്ട് 3 ദിവസമേ ആയുള്ളൂ. ഇപ്പോഴേ നിങ്ങൾ ഇറങ്ങിയോ അവിടുത്തെ കുപ്പായമെടുക്കാനും ഞങ്ങളെ വേദനിപ്പിക്കാനും എന്ന് പറഞ്ഞു നിർത്തിയിട്ട് ഉടനെ സൽമാൻ തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, കരയല്ലേ, അങ്ങനെ വേദനിപ്പിക്കാൻ വന്നതല്ല.
ഒരാൾ ഇസ്ലാം സ്നേഹിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നപ്പോൾ തങ്ങളില്ലെന്നറിഞ്ഞു. ഇല്ലാഞ്ഞപ്പോൾ കുപ്പായമെങ്കിലും ഒന്ന് കാണാൻ ആശിച്ചു. അതുകൊണ്ട് ചോദിക്കാൻ വന്നതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു വിട്ടതാണ്. ആ കുപ്പായവും കൊണ്ട് നേരെ മദീനത്തെ പള്ളിയിലേക്ക് ചെന്നു. അന്നത്തെ ഇമാമാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുപ്പായം പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്ക് ഇമാമാകുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളതങ്ങ് വാങ്ങിയിട്ട് മുഖത്ത് ചേർത്ത് ചുംബനം കൊടുത്ത് കരയാൻ തുടങ്ങി. പള്ളിയിലുള്ള എല്ലാ സ്വഹാബിമാരും കൈമാറ്റം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കണ്ണീരൊലിപ്പിച്ച് അവസാനമാണ് ആമ കടന്നു വന്ന നവാഗതന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാരാണ്? ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിൻ മാഇൽ മലാത്തി യദ്ഹറു വസുലുസുക കാഫൂറുൻ വറുബുക അംബറു وخمسك ياقوت وباقيك جوهر. സുഗന്ധമാകമാനമുള്ള പുണ്യനബിയുടെ വിശുദ്ധമായ കുപ്പായം വാങ്ങിയിട്ട് ചുംബനം കൊടുത്തിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ കുപ്പായത്തിന് ഇത്ര ബഹുമതിയും സുഗന്ധവുമുണ്ടെങ്കിൽ ഇത് ധരിച്ചിരുന്ന നേതാവാരാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയാണ്. ഇത് ഇബ്നു ഖുദാമ ഉദ്ധരിക്കുന്നുണ്ട്. സമാനമായൊരു സംഭവം അബുൽ ഖാസിം റസാഇ നിവേദനം ചെയ്യുന്നുണ്ട്. എന്റെ മുഅ്മിനീങ്ങൾ, വിഷമമില്ലാത്തവരൊന്ന് എഴുന്നേറ്റ് 2 മിനിറ്റ് നിൽക്കുമോ? അതൊന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാമല്ലോ. റസൂലുള്ളാഹിന്റെ മഹത്വമല്ലേ പറയുന്നത്, ഹബീബിന്റെ സ്നേഹമല്ലേ ആകെയുള്ളത്. ഭ്രാന്ത് പിടിക്കേണ്ട വിഷയമാണ് മോനെ മദീന. അജ്നഹി തോ കൽ ഹം മദീനേ ചൽ. ഇന്നല്ലെങ്കിൽ നാളെ മദീനയിൽ പോകണം, റസൂലുള്ളാഹിനെ കാണണം. ഇന്നിൽ തിയാരി ഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫിഹ നബിയുൽ മുഹ്തറം. അല്ലയോ ഇളം കാറ്റേ, അവിടുന്ന് മദീനയിലെത്തുമ്പോ എന്റെ നേതാവ് വിശ്രമിക്കുന്ന പരിശുദ്ധമായ ഖബർ ശരീഫിന്റെ മേലെയുള്ള ഗുംബദേ ഖസ്റായിന് ചുടുചുംബനം കൊടുക്കുമ്പോ എന്റെ സലാമൊന്ന് പറയണേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2ാമത്തെ ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലമാണ്. അവിടുത്തെ അനുയായികൾ പേർഷ്യ വൻകരയിൽ പോയിട്ട് അതാ നടത്തുന്നു. അവിടുത്തെ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. അപ്പോൾ അവിടുത്തെ റോയൽ ഫാമിലിയിലെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനോട് പറഞ്ഞു, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ വേഗം പറയുന്നു. അപ്പൊ ആ പെണ്ണ് ചോദിച്ചു, നിങ്ങളിൽ വലിയ നേതാവാരാണ്? അപ്പോൾ അവിടുത്തെ നേതാവ് പരിചയപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇതിനേക്കാൾ വലിയ നേതാവാരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ്, ഖലീഫയുടെ മോനാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങളെക്കാൾ വലിയ നേതാവ് എനിക്ക് കലിമ ചൊല്ലി തരാനാരാണ്? ഞങ്ങളുടെ ടോപ്പ് ലീഡർ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അങ്ങ് മദീനയിലാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. എന്നാ മദീനയെ പോയിട്ട് ഞാൻ കലിമ ചൊല്ലിക്കോളാം. നേരെ മദീനയിലെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേക്ക് നിങ്ങൾ കടന്നു വന്നു, നിങ്ങൾക്ക് വിജയമാണ്. അപ്പ പെണ്ണിന്റെ ചോദ്യമാണ്,
എന്റെ വക ഞാൻ പറയുകയല്ല, ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയതാണ്. സാധുവായ എന്റെ പ്രസംഗത്തിന്റെ മണിക്കൂറുകളുള്ള സീഡികൾ, അതിൽ മുഴുവനും പറഞ്ഞ സംഭവം ഏത് ഇമാം ഏത് കിതാബിൽ പറഞ്ഞു എന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ അറിഞ്ഞാൽ തീരാത്ത അധ്യായമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവത്തെക്കുറിച്ചും ഏത് ഇമാം ഏത് കിതാബിൽ എഴുതി ഏത് പേജിലുണ്ടെന്ന് വരെ അതിൽ മിക്കതിന്റെയും റെഫറൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജല്ല ജലാലായ റബ്ബ് ഹബീബിനെ അറിയാൻ സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറയട്ടെ, ഈ പെണ്ണിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇസ്ലാം നല്ല മതമാണ്, വരുന്നു. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെക്കാൾ വലിയ നേതാവാരാണ്? അപ്പോഴാണ് സാമ്രാജ്യങ്ങൾ ഞെട്ടിവിറയ്ക്കുന്ന ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ണീരൊലിപ്പിച്ചിട്ട് പറയുന്നു, അക്ബറു മിന്നീ വഅക്ബറു മിൻ ജമീഇൽ കായിനാത്ത് ഹാദാ ഖബറുഹു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നേതാക്കന്മാരെക്കാളും വലിയ നേതാവ്, എല്ലാ സാരഥ്യങ്ങളെക്കാളും വലിയ സാരഥ്യം ഈ ഖബറിൽ കിടക്കുന്ന ഹബീബായ നബിയാണ്. എനിക്ക് കലിമ ചൊല്ലിത്തരാൻ അർഹതയില്ല, എന്നെക്കാൾ വലിയ നേതാവ് ഹബീബായ നബിയാണ്. ഈ സഹോദരി ഖബറിന്റെ അടുക്കലേക്ക് നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്നും ഖബറിൽ കിടക്കുന്ന തങ്ങളെ തങ്ങൾ നബിയാണെന്നും ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ട് ആ സഹോദരി പറയുകയാണ്, ഓ നബിയേ, ഞാൻ ഒരുപാട് തെറ്റു ചെയ്ത പെണ്ണാണ്. ഇനി ഇസ്ലാം സ്വീകരിച്ചിട്ട് തെറ്റു വന്നു പോകുമോ എന്ന് പേടിക്കുന്നയാളാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴുള്ള പരിശുദ്ധിയിൽ തന്നെ മരിക്കണം. എന്റെ ഇസ്ലാം അല്ലാഹുവേ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നബിതങ്ങളുടെ മുമ്പിൽ വെച്ച് മരിപ്പിക്കണം അല്ലാഹ്. അപ്പെണ്ണ് അവിടെ വെച്ച് തന്നെ മരിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു അഖല മിൻഹാ മിനൽ അജമി. അനറബികളിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എത്ര ബുദ്ധിയാണ് ആ പെണ്ണ് പ്രയോഗിച്ചത്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് അവിടെ വെച്ച് മരിച്ചുപോയല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇമാമനെന്ന് നിസ്കരിച്ചല്ലോ. ജന്നത്തുൽ ബഖീൽ ഖബറടക്കിയല്ലോ. ഉമ്മമാരെ, സിനിമ കണ്ട സമയം കളയരുത്, വൃത്തികേട് ചിന്തിച്ച് നേരം കളയരുത്, വൃത്തികെട്ട പാട്ട് കേട്ട് സമയം കളയരുത്. ചെറുപ്പക്കാരെ, നിസ്കാരം കളാക്കരുത്. മൊബൈലിൽ അന്യമായ ചിന്തകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാകരുത്. സിനിമാ ഗാനങ്ങൾ കേട്ട് നമ്മുടെ ജീവിതം കേടുവരുത്തരുത്. ഈ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ഇത് സ്വർഗം നേടാനുള്ള ജീവിതമാണ്, അല്ലാഹുവിനെ അനുസരിക്കാനുള്ള ജീവിതമാണ്. ഇത് ജാടകൾക്കുള്ള ജീവിതമല്ല. ഖബറടക്കുമ്പോ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വെക്കുകയില്ല. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും വെക്കില്ല, എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റും വെക്കില്ല, ഒരു വക്കീലിന്റെ സർട്ടിഫിക്കറ്റും വെക്കില്ല. അവിടെ രക്ഷപ്പെടണോ? അല്ലാഹുവിനെ ആരാധിച്ചു ജീവിക്കണം. കള്ളുകൂടി ചിന്തിക്കാൻ പാടില്ല, വ്യഭിചാരത്തിലേക്ക് ആലോചിച്ചുകൂടാ, അന്യസ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് ജീവിച്ചുകൂടാ. കലാലയങ്ങളിലും കാര്യാലയങ്ങളിലുമാണെങ്കിലും അല്ലാഹുവിനെ മറന്ന് ജീവിച്ചുകൂടാ. ഒരൊറ്റ നേരത്തെ നിസ്കാരവും ഖളാക്കിക്കൂടാ. മരണത്തെ പേടിയുണ്ടാകണം. മരിക്കുമ്പോ കലിമ ചൊല്ലി മരിക്കണമെന്ന ബോധം വേണം. ഈ ജീവിതം കേവലം ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള ജീവിതമല്ല. രണ്ട് മക്കളെ പഠിപ്പിച്ച് കെട്ടിച്ചയച്ചിട്ട് കവറണങ്ങാനുള്ള ജീവിതമല്ല. സ്വർഗം നേടാനുള്ള ജീവിതമാണ്.
ആലോചിച്ചു ജീവിച്ചോ. വന്നുപോയ തെറ്റിൽ അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിച്ചോ. എല്ലാത്തിനേക്കാളുമേറെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ഒരുപാട് തവണ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട് ആ ഹബീബിന്റെ തിരുമുഖം ആസ്വദിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ കണ്ട ഒരുപാട് മഹാന്മാരെ ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാമിയങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും അവസരം വന്നാൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊള്ളാം. അല്ലാഹു നമ്മെ മുഴുവനും സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്.